ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദയാനന്ദ മാഷിൻ്റെ ആണ്ട് ചടങ്ങിന് അവിടേക്ക് അർച്ചന എത്തിച്ചേരുന്നു. അർച്ചന അവിടേക്ക് വന്നിറങ്ങുമ്പോഴേക്കും സച്ചി അർച്ചനയെ അരികിലേക്ക് വിളിപ്പിച്ച് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പറയുന്നു. അർച്ചന തൊട്ടടുത്ത് നിൽക്കുമ്പോഴേക്കും ആതിര കടമകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. അവിടെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും കർമ്മി പറഞ്ഞത് കേട്ട് ആ പിണ്ടം സമർപ്പിക്കാനായിട്ട് ഒരുങ്ങി. ഈ സമയത്ത് അർച്ചന അവിടെ വന്ന് തൻ്റെ അച്ഛനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അച്ഛാ, ഇന്ന് അനൂപേട്ടൻ സ്ഥലത്തില്ലാത്ത സമയത്ത് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് മൂത്ത മകളായ ഞാനാണ്. പക്ഷേ എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അച്ഛനു വേണ്ടി എനിക്ക് ഈ കർമ്മം ചെയ്യാൻ കഴിയുന്നില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് വേദനയോടെ മനസ്സിൽ അച്ഛനോട് മാപ്പ് പറയുകയാണ് അർച്ചന. അതിനുശേഷം ആതിര പിണ്ടം അവിടെ പിതൃക്കൾക്ക് സമർപ്പിച്ച് ആതിര അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ടും ബലിക്കാക്കൾ ഒന്നും തന്നെ വന്ന് ആ പിണ്ടം സ്വീകരിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ കമലമ്മയ്ക്കും മറ്റെല്ലാവർക്കും ആകെ വിഷമായി. ഉടനെ അത് നോക്കിയിരുന്ന എല്ലാവരും ആകെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ കമലമ്മ പറഞ്ഞു, മാഷിൻ്റെ ഏതോ ആഗ്രഹം പൂർത്തിയായിട്ടില്ല, ഏതോ ഒരാഗ്രഹം ഇപ്പോഴും മാറി മാറി വീണ്ടും നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഒരു കാക്ക് പോലും അരികിലേക്ക് എത്താത്തത്. അപ്പോൾ അപ്പുറത്ത് മാറി നിന്ന അനഘ വിളിച്ചു പറഞ്ഞു, ആൻറ്റി, ഇങ്ങനെ ചുറ്റും കൂടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാക്കകൾ വരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും കർമ്മി പറഞ്ഞു, ആ കുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും കുട്ടി പോയി ഈറം മാറി കുളിച്ച് വേറെ വസ്ത്രം അണിഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ആതിര അവിടെ നിന്ന് മടങ്ങി. എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും അർച്ചന മാത്രം അവിടെ തനിച്ചായി. തൻ്റെ അച്ഛന് കൊടുത്തിരിക്കുന്ന ആ പിണ്ടം അച്ഛൻ സ്വീകരിക്കാതിരിക്കുന്നത് താൻ ആ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടായിരിക്കുമെന്ന് അർച്ചന മനസ്സിലാക്കി. അർച്ചന അച്ഛന് വേണ്ടി അവിടെ നിന്ന് കൈകൊട്ടി അച്ഛനെ വിളിക്കാനായിട്ട് അർച്ചന ഒരുങ്ങുമ്പോഴേക്കും അർച്ചന കൈകൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അർച്ചനയുടെ അരികിലേക്ക് കമലമ്മ വരികയാണ്. അതുകൊണ്ട് അർച്ചന വേഗം കൈകൊട്ടാൻ തുടങ്ങിയിട്ട് അത് വേണ്ട എന്ന് ആ ഒരു തീരുമാനം വേണ്ടെന്ന് ഉപേക്ഷിച്ചു. അരികിലേക്ക് എത്തിയ കമലമ്മ പറഞ്ഞു, മോളകത്തേക്ക് കയറി വാ, മോളെ വിളിക്കാൻ എല്ലാവരും വിട്ടുപോയോ, മോള് കയറി വന്നേ എന്ന് പറഞ്ഞ് കമലമ്മ അർച്ചനയെ വിളിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് ചെന്നതും അനഹരിയിലേക്ക് വന്ന് പറഞ്ഞു, ചേച്ചിക്ക് കുടിക്കാനേ ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ വേണ്ട മോളെ, ഞാൻ നോയമ്പില എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, കഴിക്കാനല്ലേ പറ്റില്ലുള്ളൂ, എന്തെങ്കിലും കുടിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അനഘ നിർബന്ധിച്ചപ്പോഴേക്കും കമലമ്മ അനഘയോട് ചോദിച്ചു, അല്ല മോളെ, ആരതി മോളെ കണ്ടില്ലല്ലോ, സച്ചിയുടെ ആരതി എവിടെ എന്നിങ്ങനെ കമലമ്മ വളരെ പ്രതീക്ഷയോടെ ചോദിച്ചു. ആരതി ചേച്ചിക്ക് ഇന്ന് കോടതി പോകണമെന്ന് പറഞ്ഞിരുന്നു, കോടതി പോയിട്ട് വരും അമ്മേ എന്ന് വരും ആൻറ്റി എന്ന് അനഘ അറിയിച്ചു. എന്നാൽ ഞാൻ ചേച്ചിക്കുള്ള കുടിക്കാനുള്ള എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അനഘ അവിടെ നിന്ന് പോകുമ്പോഴേക്കും കമലമ്മ പറഞ്ഞു, മോള് കയറി വാ. അതെ, ആരതി എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, അത് സച്ചിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. സത്യത്തിൽ ഇപ്പോൾ ഈ കുടുംബത്തിന് വളരെ പ്രതീക്ഷ നൽകുന്നതും ആ കുട്ടിയാണ്. നമ്മുടെ കേസ് വാദിക്കാൻ വന്ന വക്കീലാ, പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ കുടുംബത്തെ ഒരു അംഗത്തെ പോലെയാണ്. ഞങ്ങൾക്കും ഈ കുടുംബത്തുള്ള എല്ലാവർക്കും സച്ചിക്കും വളരെ പ്രിയപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞു ആരതി മോള് ഉടനെ എത്തും. വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാം. എന്തായാലും മോൾ ഇവിടെ ഇരിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലത്തെ. കുട്ടികളെ തനിച്ച് നോക്കിയാൽ ഒന്നും കാര്യമാവേ, ഒന്നും പെട്ടെന്ന് പൂർത്തിയായെന്ന് വരില്ല എന്ന് പറഞ്ഞ് കമലമ്മ വേഗം അകത്തേക്ക് പോയി. അപ്പോഴേക്കും അർച്ചനയ്ക്ക് ആകെ ടെൻഷനായി. അർച്ചന അച്ഛൻ്റെ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് അച്ഛനോട് വേദനയോടെ പറഞ്ഞു, അച്ഛൻ്റെ മോൾക്ക് ഇത്രയും നാളും ഓർമ്മകൾ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം തിരിച്ചറിവുകളും ഉണ്ടായത് ഈ അടുത്ത കാലത്താണ്. അച്ഛന് അടുത്ത വർഷം അച്ഛൻ്റെ അച്ചുവായി തന്നെ ഇവിടെ നിന്ന് അച്ഛൻ്റെ വേണ്ട കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് അർച്ചന അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ഉറപ്പ് നൽകുകയാണ്. തൻ്റെ മുഖത്തെ ആ വെയിൽ മാറ്റിയിട്ട് അർച്ചുവായി തന്നെ നിന്നുകൊണ്ട് അച്ഛനോട് അർച്ചന സംസാരിച്ചു. തൊട്ടപ്പുറത്തുള്ള സേതുമാധവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അർച്ചന പറഞ്ഞു, അച്ഛൻ്റെ വിഷമവും എനിക്കറിയാം. സച്ചിയേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ലേ അച്ഛൻ്റെ സങ്കടം, അതും ഞാൻ മാറ്റിയെടുക്കാം. താമസിയാതെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സച്ചിയേട്ടൻ്റെ അരികിലേക്ക് മോളെയും കൂട്ടി ഞാൻ തിരിച്ചു വരുവച്ചാ എന്ന് അർച്ചന സേതുമാധവനോടും മനസ്സിൽ ഉറപ്പ് നൽകി. അങ്ങനെ രണ്ടച്ഛന്മാരോട് സംസാരിച്ചുകൊണ്ട് അർച്ചന അങ്ങ് നിൽക്കുമ്പോഴാണ് ആരതി അവിടേക്ക് വന്നെത്തിയത്. ഓട്ടോയിൽ വന്നിറങ്ങി ആരതി വേഗം അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് നോക്കി നിൽക്കുന്ന അർച്ചനയെ കാണാനിടയായി. എന്നാൽ ആ ജനലഴികൾക്കിടയിലൂടെയാണ് ആരതി അർച്ചനയെ കണ്ടത്. അതുകൊണ്ട് തന്നെ മുഖം കൃത്യമായി ആരതിക്ക് കാണാൻ സാധിക്കാതെ പോയി. അപ്പോഴേക്കും അർച്ചന തൻ്റെ മുഖത്തെ ആ വെയിൽ മുഖത്തേക്ക് ഇട്ടപ്പോഴേക്കും ആരതി മുന്നിലേക്ക് വന്നു നിന്നു. ആ രണ്ട് ഫോട്ടോയിലേക്ക് നോക്കി അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും പിന്നിൽ നിന്ന് ആരതി വിളിച്ചു, ആയിഷ. ആ വിളി കേട്ടതും ഞെട്ടലോടെ പിന്തിരിഞ്ഞ് നോക്കുകയാണ് അർച്ചന. ആയിഷയെ കുറേ നാളായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും ആയിഷയെക്കുറിച്ച് പറയാറുണ്ട്. അന്ന് മുതൽ കാണാൻ വല്ലാത്തൊരാഗ്രഹമായിരുന്നു. എന്തായാലും ഇന്ന് അത് സാധിച്ചു എന്ന് ആരതി
അർച്ചനയോട് പറഞ്ഞു. അർച്ചനയും അത് കേട്ട് പുഞ്ചിരിച്ചുണങ്ങ് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് കമലമ്മ എത്തി. ആഹാ, മോള് വന്നോ? മോള് എന്തിനാ ഇന്ന് കോടതിയിൽ പോയത്? ഇന്ന് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ അമ്മേ, ഇന്ന് പോകാതിരിക്കാൻ കഴിയില്ലായിരുന്നു, അതുകൊണ്ടാ എന്ന് ആരതി അറിയിച്ചു. ശരി. അല്ല, സച്ചി എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, സച്ചി മുറിയിലുണ്ട് മോളെ. എന്നാൽ ഞാൻ സച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ഐഷ, ഞാൻ സച്ചി ഒന്ന് കണ്ടിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ആരതി വേഗം സച്ചിയുടെ മുറിയിലേക്ക് പോയി. ഇത് അർച്ചന വളരെ വേദനയോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു, സച്ചിക്കും ഈ കുടുംബത്തിനും ഒക്കെ ഒരു ആശ്വാസമാണ് ഇപ്പോൾ ആരതി മോള്. 10 വർഷക്കാലമായി ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എൻ്റെ മോൻ എന്ന് കമലമ്മ സങ്കടത്തോടെ പറഞ്ഞു. അച്ചുമോളെക്കുറിച്ചുള്ള ആശങ്കകളാണ് അവൻ്റെ മനസ്സിലാകെ. അച്ചുമോളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാണ് അവൻ ഇത്രയും നാൾ കഴിഞ്ഞത്. അവൻ്റെ മുഖത്തൊരു ചിരി വന്നെങ്കിൽ അത് ആരതിമോൾ വന്നതിന് ശേഷമാണ് എന്ന് കമലമ്മ പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പോഴേക്കും അനഘ പറഞ്ഞു, സച്ചിയേട്ടന് ആരതി ചേച്ചി വലിയ കാര്യമാണ്. ആരതി ചേച്ചി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം സച്ചിയേട്ടന് കുറച്ച് മാറ്റമെങ്കിലും ഉണ്ടായത്. പക്ഷേ ആരതി ചേച്ചി എവിടേക്ക് വന്നാലും അച്ചുവേട്ടത്തിയുടെ കാര്യം, അർച്ചനേട്ടത്തിയുടെ കാര്യം പറഞ്ഞ് സച്ചിയേട്ടൻ എപ്പോഴും എല്ലാവരോടും ബഹളം വെക്കാറുണ്ട് എന്ന് അനഘ അർച്ചനയോടും പറഞ്ഞു. അതിനുശേഷം അനഘയും കിച്ചണിലേക്ക് പോയി. അർച്ചന പതിയെ ആരതിയും സച്ചിയും എന്താ പറയുന്നതെന്നറിയാനേ പതുക്കെ വാതുക്കലേക്ക് ആ റൂമിനടുത്തേക്ക് അർച്ചന ചെല്ലുന്നു. ഈ സമയം സച്ചിക്കരികിലേക്ക് എത്തിയ ആരതിയോട് സച്ചി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഇന്ന് വക്കീല് ജോലിക്ക് കോടതിയിൽ പോയല്ലേ? ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞാലേ? വക്കീൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആരതി പറഞ്ഞു, സച്ചി, ഇവിടെയുള്ള എല്ലാവർക്കും എനിക്ക് ഈ വീടിനോടുള്ള താല്പര്യം എത്രത്തോളമാണെന്നറിയാം. എല്ലാവർക്കും എൻ്റെ മനസ്സും അറിയാം. സച്ചി മാത്രമാണ് അത് മനസ്സിലാക്കിയിട്ടും ആ മനസ്സ് തിരിച്ചറിയാതെ പോയത്. സച്ചി ഈ വീട്ടിൽ വരുന്നതും സച്ചിയെയും ഇവിടെയുള്ള എല്ലാവരെയും കാണുന്നതൊക്കെ എനിക്ക് എത്ര സന്തോഷമുള്ള കാര്യമാണെന്നറിയാവോ എന്നൊക്കെ ആരതി സന്തോഷത്തോടെ സച്ചിയോട് പറഞ്ഞു. അപ്പോഴും സച്ചിയെ നോക്കി മനസ്സിൽ ആരതി പറഞ്ഞു, സച്ചി, എൻ്റെ മനസ്സിലെ ഇഷ്ടം, താല്പര്യം എനിക്കറിയാം. സച്ചി അർച്ചനയ്ക്കുള്ളതാണെന്നും അർച്ചനയുടേത് മാത്രമാണെന്നും. എങ്കിലും എൻ്റെ മനസ്സിൽ എനിക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാലോ. അതെൻ്റെ മാത്രം സന്തോഷവും ആഗ്രഹവുമായി ഞാൻ അങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചോളാം എന്ന് ആരതി മനസ്സുകൊണ്ട് സച്ചിയെ നോക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് സച്ചി പറഞ്ഞത്, അയ്യോ എൻ്റെ വക്കീലെ, ക്ഷമിക്ക്. വക്കീലിന് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാമല്ലോ. ഇവിടെ വരുന്നതിൽ ആരും വക്കീലിനെ തടയുകയുമില്ല, വക്കീലിനോട് അതിനാരും എതിർപ്പ് കാട്ടുകയുമില്ല എന്ന് പറഞ്ഞ് ആരതിയുടെ തോളിൽ കൈവച്ച് സച്ചി സംസാരിക്കുമ്പോൾ അർച്ചന അത് ആ മുറിയുടെ പുറത്ത് നിന്ന് കാണുകയാണ്. അർച്ചനയുടെ മനസ്സിലും വല്ലാത്ത വേദന തോന്നി. സച്ചി വളരെ സ്വാതന്ത്ര്യത്തോടെ ആരതിയോട് അടുത്തിടപെടുന്നത്. അതിനുശേഷം അർച്ചന സങ്കടത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും അരികിലേക്ക് കമലമ്മ എത്തി. ആഹാ, മോൾ ഇവിടെ വന്ന് നിൽക്കുകയാണോ? മോള് വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ അവരെയും വിളിക്കാം. അതെ മോള്, ആരതി ഉണ്ടല്ലോ, ആരതി ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് എല്ലാവരിലും കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ടായത്. ആരതി മോളുടെ വരവാണ് ഈ കുടുംബത്തെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വക്കീലായി കേസിൽ വിജയം കൊണ്ടുവരുന്നതും ഒക്കെ ആരതി മോളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ കമലമ്മ അറിയിച്ചു. എൻ്റെ അച്ചുമോൾ ഉണ്ടായിരുന്നെങ്കിൽ, സത്യം പറയാലോ സച്ചി, എൻ്റെ അച്ചുമോൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനും മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും എൻ്റെ സച്ചി സമ്മതിക്കുന്നില്ല. അവൻ്റെ മനസ്സിൽ എൻ്റെ മോള് ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന മനസ്സിൽ പറഞ്ഞു, അതാമേ, ഒരു ഭർത്താവിൻ്റെ സ്നേഹം ഞാൻ ജീവനോടെയുണ്ട് എന്നുള്ള കാര്യം സച്ചിയേട്ടന് മാത്രമാണല്ലോ ഇപ്പോഴറിയാവുന്നത് എന്ന് അർച്ചന മനസ്സിൽ പറഞ്ഞു. താമസിയാതെ തന്നെ അമ്മയുടെ മകളായി ഞാൻ അമ്മയുടെ മുന്നിലേക്ക് വരും എന്ന് അർച്ചന കമലമ്മയോട് മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കമലമ്മ പറഞ്ഞു, എൻ്റെ മോള് ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അച്ചു ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കുടുംബം ഇങ്ങനെ ആകുമായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ആരതി മോള് വന്നതുകൊണ്ട് ഈ കുടുംബത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവൻ്റെ ജീവിതം, ആ കഷ്ടപ്പാടും ഇത്രയും നാളത്തെ അവൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിനുമൊക്കെ ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം എന്നൊക്കെ കമലമ്മ പറഞ്ഞുകൊണ്ട് അർച്ചനോട് പറഞ്ഞു, മോളെ കയറി വാ, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. അയ്യോ അമ്മേ, എനിക്ക് വേണ്ട, എനിക്ക് നോമ്പായതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി, ഭക്ഷണം വിളമ്പുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. അതിനെന്താ അമ്മേ, ഞാൻ വരാം എന്ന് പറഞ്ഞ് അർച്ചനയും ഭക്ഷണം വിളമ്പാനായി ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തി. അപ്പോഴേക്കും സച്ചിയെയും മറ്റെല്ലാവരെയും കമലമ്മ വിളിച്ചുകൊണ്ട് വന്നു. സച്ചി അവിടേക്ക് വന്നിറങ്ങി ഇരിക്കുന്നപ്പോൾ, അല്ല, ആയിഷ കഴിക്കുന്നില്ലേ എന്ന് സച്ചി ചോദിച്ചു. ആയിഷ മോക്ക് നോമ്പാണെന്നാണ് പറഞ്ഞതെന്ന് കമലമ്മ പറഞ്ഞതും, ഓ അത് ശരി എന്ന് പറഞ്ഞ് സച്ചി വേഗം ആ ടേബിളിലേക്ക് ഇരുന്നു. ഉടനെ ആ ചെയർ വലിച്ചിട്ട് ഇരുന്നതും
അർച്ചന സച്ചിക്ക് ഭക്ഷണം വിളമ്പുകയാണ്. ചോറ് സച്ചിക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അർച്ചന മനസ്സിൽ പറഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ സച്ചിയേട്ടന് ചോറ് വിളമ്പുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സച്ചിക്ക് അർച്ചന ചോറ് വിളമ്പി. അപ്പോഴേക്കും ആരതി അവിടേക്ക് വന്നെത്തി. ആയിഷ കഴിക്കുന്നില്ലേ എന്ന് ആരതി ചോദിച്ചതും ആയിഷ മോൾക്ക് നോയമ്പാ എന്ന് കമലമ്മ മറുപടി നൽകി. അല്ല, എന്നാൽ ആയിഷ ചേച്ചിക്ക് കൂടി ഏഹ്, ഉം, ആയിഷ ചേച്ചി ആരതി ചേച്ചി കൂടി ഭക്ഷണം വിളമ്പ് എന്ന് അർച്ചനയോട് പറയുമ്പോഴേക്കും പെട്ടെന്ന് അർച്ചനയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ഉടനെ അർച്ചന കമലമ്മയോട് പറഞ്ഞു, അമ്മേ ഇതൊന്ന് വിളമ്പി കൊടുക്കോ, ഞാൻ ആ കോളൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ഫോൺ ചെയ്ത് നോക്കി. അപ്പോഴേക്കും രാജീവിൻ്റെ കോളാണെന്ന് കണ്ടപ്പോൾ അർച്ചന പറഞ്ഞു, വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശരിയെന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്തോളാനായിട്ട് അവർ സമ്മതിച്ചു. അർച്ചന ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താ രാജീവ് എന്ന് ചോദിച്ചു. അർച്ചന എവിടെയാ, വേഗം നിന്ന് വീട്ടിലെത്തുമോ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നോ എന്ന് പറഞ്ഞു. അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ ദാ ഇപ്പം എത്താം എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു. എന്നിട്ട് എല്ലാവരും അരികിലേക്ക് എത്തി അർച്ചന പറഞ്ഞു, അതെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ല ഐശ്വര്യ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ആരതി അന്വേഷിച്ചു. ഹസ്ബൻഡും അമ്മയും പിന്നെ സഹോദരിമാരും എന്ന് അർച്ചന മറുപടി നൽകി. ഞാൻ ഇറങ്ങിക്കോട്ടെ, പിന്നീടൊരു ദിവസം വരാം എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി ഞാൻ കൊണ്ടുപോയി വിടാം എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. ഇനി വല്ലതും നിസ്കരിക്കാനോ മറ്റോ ആണെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പം അതല്ല വീട്ടിൽ നിന്ന് വിളിച്ചു, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് അർച്ചന പറഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു, എന്നാൽ ഞാൻ കൊണ്ടുപോയി വിടാം. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അത് വേണ്ട, അതൊരു ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം, ഭക്ഷണം വിളമ്പിയതല്ലേ കഴിച്ചോ എന്ന് പറഞ്ഞ് അർച്ചന എല്ലാവരോടും യാത്ര പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഇറങ്ങുന്നു. അർച്ചന അതിനുശേഷം നേരെ വീട്ടിലേക്ക് വേഗം എത്തി. എന്താ രാജീവ്, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും രാജീവ് പറഞ്ഞു, അർച്ചന ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു. സത്യത്തിൽ അവന്തികയെ കൊടുക്കാനുള്ള നല്ലൊരു പോംവഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവന്തികയെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവന്തികയ്ക്ക് ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ ജയിലഴികൾക്കുള്ളിൽ കഴിയുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു തെളിവ്, അതിന് പറ്റിയ 2 പേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അർച്ചനയോട് രാജീവ് പറയുന്നു. വളരെ പ്രതീക്ഷയോടെ അർച്ചന ആ വാക്കുകൾ കേട്ട് രാജീവിൻ്റെ ആ കണ്ടെത്തൽ അത് ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമായി തീരുമെന്നുള്ള വിശ്വാസത്തിൽ അർച്ചന അതാരാണെന്നറിയാനായി രാജീവിനോട് അന്വേഷിക്കുന്നു.